ഹലോ. അപ്പോൾ ഇതേപോലെ ഒരു ടേബിൾ ടോപ്പ് മെഷീൻ മേടിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, സാധാരണ മെഷീനേക്കാളും ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അത് ഒന്നെന്ന് പറഞ്ഞാൽ ബട്ടൺ ഹോളും ബട്ടണ്. നമുക്ക് ബട്ടൺസും ഇതിനകത്ത് പിടിപ്പിക്കാൻ പറ്റും, ബട്ടൺ ഹോളും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലോക്ക് ചെയ്ത ഒരു ഡ്രസ്സിൻ്റെയൊക്കെ എഡ്ജ് വെച്ച് നമ്മൾ നൂല് വലിഞ്ഞു പോകുന്നതിന് ലോക്ക് ചെയ്യാൻ പറ്റും. അതുകൂട്ട് റോൾഡ് ഹെം ഒരു ഫ്രോക്കുകളൊക്കെ തയ്ക്കുകയാണെങ്കിൽ അതിന് അംബ്രല കട്ടിങ് ആണെങ്കിൽ അതിൻ്റെ അധികം മടക്കി അടിക്കാതെ നമുക്ക് റോൾഡ് ഹെമ്മായിട്ട് ചെയ്യാനും ഇതിൽ പറ്റും. അതൊക്കെയാണ് ഇതിനുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സുകൾ വരുന്നതിൽ. പിന്നെ എംബ്രോയ്ഡറികൾ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ബട്ടൺ ഹോളും ബട്ടണും എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് സാധാ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫുട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫുട്ട് ഇതിപ്പോൾ ഒന്ന് പ്രഷർ ഫുട്ടൊന്ന് പൊക്കി വെച്ചെന്നേ ഉള്ളൂ. പൊക്കി വെച്ചതിന് ശേഷം ഈ പ്രഷർ ഫുട്ട് മാറ്റാൻ വേണ്ടി ഈ പുറയിൽ കണ്ടില്ലേ ഇങ്ങനൊരു പോർഷനുണ്ട്. ആ പോർഷനിലൊന്ന് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേന് പ്രഷർ ഫുട്ടിങ് പോരും. അതിങ്ങനെ എടുത്ത് മാറ്റാം. ശേഷം നമുക്ക് അഡീഷണൽ കുറച്ച് ഫുട്ടുകൾ ഈ മെഷീൻ വാങ്ങുന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് കിട്ടുന്നതാണ് ബട്ടൺ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീളത്തിലുള്ള ഒരു ഇത്. കാരണം ഇത് നമുക്ക് വലിയ ബട്ടണുകളിലൊക്കെ ചെയ്യണമെങ്കിൽ ഇത്രയോളം വലുപ്പമൊക്കെ വരുമല്ലോ, പാൻസിൻ്റെയൊക്കെ പോലത്തെ. അതിനാണ് ഇത്രയും വലുപ്പമുള്ള ഒരു ഹോളിലാണ് ഈ ഒരു സംഭവം ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ ഇതുണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ആ വലുപ്പം എത്രയും വേണമെങ്കിലും പുറകോട്ട് നീക്കി മാറ്റാവുന്ന പോലെ അത്രയും വലിയൊരു സാധനമാണ് ബട്ടൺ പിടിപ്പിക്കാൻ ഇങ്ങനെ ഈ പ്രഷർ ഫുട്ട് വരുന്നത്. ഈ പ്രഷർ ഫുട്ടിൻ്റെ ഇതിൻ്റെ നടുക്കൂടി ഓടി നടക്കുന്ന ഈ പ്ലാസ്റ്റിക് പോർഷനിൽ കണ്ടില്ലേ ഈ പ്രഷർ ഫുട്ട് ഇവിടേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ആ ഒരു കമ്പിയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പി ഈ പ്രഷർ ഫുട്ട് വെക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ കറക്റ്റ് വരുന്ന ആ പോർഷനിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പ്രഷർ ഫുട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് താഴ്ത്തി കൊണ്ടുവന്ന കമ്പിയിലോട്ട് ഇതൊന്ന് താഴ്ത്തി വയ്ക്കുക. ഇത് സൈഡിൽ കൂടി നോക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ബാർ വീഴാനുള്ള ഒരു കുഴിവ് പോലെ നമുക്ക് മുകളിൽ നിന്ന് കൊടുക്കണ്ട. ഇപ്പോൾ ആ ഒരു സൗണ്ടോട് കൂടി ആ കുഴിവിലേക്ക് ആ ഒരു കമ്പി കയറി ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതുണ്ട് പൊക്കിയാൽ ഇതിവിടെ അറ്റാച്ച്ഡായി. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റണമെങ്കിൽ ഈ പുറകിലത്തെ നമ്മൾ ആദ്യം ചെയ്തല്ലോ അതുപോലെ ചെയ്ത് ഇത് മാറ്റാവുന്നതുമാണ്. അപ്പോൾ ഇപ്പം ബട്ടൺ ഹോൾ ചെയ്യാനുള്ള പ്രഷർ ഫുട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമ്മൾ ബട്ടൺ ഹോൾ ചെയ്യാൻ ആദ്യം ചുമ്മാ വെറുതെ ഒരു ക്ലോത്തിൽ ഞാനൊന്ന് ചെയ്തൊന്ന് കാണിക്കുവാണ് നിങ്ങളെ. അപ്പോൾ സാധാരണ ക്യാൻവാസൊക്കെ വെച്ച് നല്ല കട്ടിക്കാണ് നമ്മൾ ബട്ടണൊക്കെ ചെയ്യുന്നത്, പോർഷനും ഷർട്ടിലൊക്കെ ചെയ്യുന്നത്. എങ്കിലും ഇവിടെ ഞാൻ ചുമ്മാ ഒന്ന് വെറുതെ ഒരു രണ്ട് മടക്കിനൊന്ന് ചുമ്മാ ഒന്ന് ക്ലോത്ത് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബട്ടൺ ഹോൾ ചെയ്യുന്ന അവിടെ എന്തുവായാലും എത്രയാണ് ബട്ടൻ്റെ വലിപ്പം, പല വലിപ്പമാണല്ലോ ബട്ടണ്. അപ്പോൾ നമ്മൾ ബട്ടൻ്റെ അപ്പുറയും ഇപ്പുറയുമായിട്ട് ബട്ടൺ ഈ വെക്കുന്ന ബട്ടൺ ഏതാണോ ആ ബട്ടൺ വെച്ച് അപ്പുറം ഇപ്പുറം ഒന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് ചരിഞ്ഞ് പോയി. ഞാൻ ഇത് ചുമ്മാ ചെയ്യുന്നതുകൊണ്ടാണ് ആ ചരിഞ്ഞ് പോയത്. ഇപ്പോൾ ലൈൻ വരയ്ക്കുമ്പോൾ ഒന്ന് സ്ട്രൈറ്റ് ആക്കി വരച്ചാൽ മതി. ഇത്രയാണ് നമ്മുടെ ആ ബട്ടൻ്റെ വലുപ്പം വരുന്നത്. അപ്പം ബട്ടൺ വലുപ്പം എത്രയാണോ കറക്റ്റ് അതിൽ നിന്നൊരു സ്വല്പം ഇച്ചിരി അപ്പുറം ഇപ്പുറം പേന വയ്ക്കുമ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറം ഇച്ചിരി കൂടുതൽ കിട്ടുമല്ലോ, അങ്ങനെ ഒരു ഇച്ചിരി കൂടുതലിട്ട് അല്ലെങ്കിൽ ആ ഹോളിനകത്തോട്ട് ബട്ടണിൽ കയറി പോകാതിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു പോർഷനിൽ നമ്മൾ മുകളിലും താഴെ ലോക്ക് ചെയ്യുന്ന പോർഷൻ ലോക്ക് ചെയ്യണം. ഈ സെൻറ്ററിൽ ബട്ടൺ ഹോളുമായിട്ട് വരണം. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രഷർ ഫുട്ട് എല്ലാം വെച്ചിരിക്കുകയാണ്. ബട്ടൺ ഹോൾ ചെയ്യാനുള്ള വരയും വരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രഷർ ഫുട്ട് ഇതുണ്ടല്ലേ, പ്രഷർ ഫുട്ട് ഇങ്ങനെ നമ്മൾ ഈ നീഡിൽ ആദ്യം പൊക്കി വയ്ക്കുക. ഞാൻ ഈ ഗ്രീൻ കളറിലുള്ള ത്രെഡ് ഇട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ കാണാൻ വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറിലാണ് ത്രെഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബട്ടൺ ഹോള് ഇപ്പോൾ ക്ലിയറായിട്ട് കാണാമല്ലോ. ഇതുണ്ടല്ലേ, ബട്ടൺ ഹോളിൻ്റെ ആ നീളം നമുക്ക് ഇതിനകത്തൂടെ കാണാവുന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. സൂചി ആ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പോലെ കണ്ടോ, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ബട്ടൺ ഈ വരയുടെ അപ്പുറം ഇപ്പുറമായിട്ടാണ് ബട്ടൺ ഹോളിൻ്റെ വരയ്ക്കുന്നത്. നമ്മൾ ഇതിൽ മെഷീനിൽ അറേഞ്ച് ചെയ്യേണ്ടതെല്ലാം ആദ്യം നമ്മൾ ചെയ്യേണ്ട സെലക്ടർ ഇതുണ്ടല്ലേ ബട്ടൺ ഹോളിൻ്റെയാണ്. സെലക്ടറിൽ ബട്ടൺ ഹോളിൻ്റെയാണ് 1, 2, 3 ഇങ്ങനെയൊക്കെയുള്ള ഒരു നീളത്തിൽ ചതുരപ്പെട്ടി പോലെ വരച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ബട്ടൺ ഹോളിൻ്റെ ആദ്യ പോർഷൻ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ ലെങ്ത് 0യുടെയും 1ൻ്റെയും നടുക്കൊരു ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ലെങ്ത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ടെൻഷൻ ഞാൻ 0 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ബട്ടൺ ഹോളിൻ്റെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റിലിട്ടാണ് ചെയ്യുന്ന ആദ്യ പോർഷൻ. അപ്പോൾ പെയ്യെ ഒന്ന് ചവിട്ടുവാണേ. കണ്ടോ, നമ്മൾ ഇതിങ്ങനെ ഒന്നും ചെയ്യണ്ട. എത്ര നീളം വരുന്നോ ആ ഒരു പോർഷൻ വരുമ്പോൾ നമ്മൾ നിർത്തുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. അത്ര നീളമുള്ളത് നമുക്ക് ചെയ്യേണ്ട പോർഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഇതിടുക. 2, 4 ഒരെണ്ണത്തെ തന്നെയാണ് അതിൽ രണ്ടാമത്തേതെന്നുള്ള അങ്ങ് ആക്കിയിടുക. ആദ്യം ഇടുമ്പോൾ അതിനി ലോക്കിംഗ് ആണ് വരുന്നത്, തുമ്പിലുള്ള ലോക്കിംഗ് ആണ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ലോക്ക് ചെയ്തു
ഇനിയിപ്പോൾ നമ്മൾ 3 എന്നുള്ളത് ഈ സെലക്ടറിൽ 3 എന്നുള്ള പോർഷനിലോട്ട് ആക്കി കൊടുക്കുക. സൂചി ഞാൻ പറഞ്ഞു, സൂചി എപ്പോഴും നമ്മൾ ഈ സെലക്ടർ മാറ്റുമ്പോൾ സൂചി പൊക്കി മുകളിലേക്ക് വയ്ക്കുക. മുകളിലേക്ക് വെച്ചുകൊണ്ടേ നമ്മൾ ഇങ്ങനെ ചെയ്യാവുള്ളൂ. സൂചി മുകളിലേക്ക് പൊക്കി വെച്ചുകൊണ്ട് സെലക്ടറിൽ മാറ്റുക. എന്നിട്ട് ശേഷം ഇനി അടിക്കുമ്പോൾ ഇനി റിവേഴ്സ് മേളിലേക്കാണ് പോകുന്നത്. കാരണം നമ്മളൊന്നും ചെയ്യേണ്ട, റിവേഴ്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എല്ലാം മെഷീൻ തന്നെ മനസ്സിലാക്കി ചെയ്യുവാണല്ലേ. നമ്മൾ ബട്ടൺ ഹോളിൻ്റെ 3ാമത്തേത് ഇടുമ്പോഴത്തേന് പിന്നെ റിവേഴ്സാണ് അടിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആ വരയുടെ പൂർണ്ണ ഭാഗം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ സെലക്ടറിൽ ഞാൻ നീഡിൽ മുകളിലേക്ക് ഇരിക്കാൻ, നീഡിൽ മുകളിലോട്ട് ഇരിക്കുമ്പോൾ സെലക്ടറിൽ 4 ആക്കുകയാണ്. 4 ആക്കുമ്പോൾ ഇനി മുകളിലത്തെ ലോക്കിംഗ് ആണ് ആകുന്നത്. കണ്ടോന്ന്, കണ്ടോ, മുകളിലത്തെ ലോക്കിങ്ങും ആയിട്ടുണ്ട്. എത്ര നമുക്ക് ഇഷ്ടമുള്ള അത്രയും അടിക്കാവുന്നതാണ്. ഒത്തിരി കട്ടിക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടൺ ഹോൾ കണ്ടില്ലേ. ഇപ്പോൾ 2 ചുമ്മാ വെറുതെ 2 ക്ലോത്ത് വെച്ച് വെച്ചേക്കുന്നുള്ളൂ. ഞാൻ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടില്ല. സാധാരണ ഷർട്ടിനൊക്കെ ക്യാൻവാസൊക്കെ വെച്ച് നല്ല ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല പെർഫെക്ഷന് കിട്ടും. ഇത് വെറുതെ 2 ക്ലോത്ത് ഒന്ന് മടക്കിയിട്ട് മാത്രം ചെയ്തോന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ മെഷീൻ്റെ കൂടെ തന്നെ സീം റിപ്പയർ ഇത് കിട്ടുമല്ലോ. ഇങ്ങനൊരു സാധനം കൂടെ അഡീഷണൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇതിൻ്റെ നടുക്ക് ഹോൾ ചെയ്യുന്നത്. ഇതിപ്പം കണ്ടില്ലേ, ബട്ടൺ ഹോൾ ചെയ്യാനുള്ള സംഭവമായിട്ടുള്ളൂ. ബട്ടൺ ഹോൾ ഇനി അതിൻ്റെ ഇടണം. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം കട്ടായി പോകാതിരിക്കാൻ വേണ്ടി അതിലേ കൂടെ ഒരു നീഡിൽ ഇങ്ങനെ കുത്തി വയ്ക്കുക. കുത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് കുത്തി മുകളിലോട്ടുള്ള ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഹോളാക്കുന്നു. അപ്പോൾ ഈ മുട്ട് പിന്നെ വന്നവിടെ തട്ടി നിന്നോളും. ഇനിയിപ്പോൾ താഴത്തെ ഭാഗത്ത് കുത്തി വയ്ക്കുക. താഴത്തെ ഭാഗത്ത് കുത്തി വെച്ചുകൊണ്ട് താഴേക്കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ സൈഡിലോട്ടൊന്നും ആയി പോകരുത് കേട്ടോ. സൈഡിലോട്ടായിപ്പോയി നമ്മൾ ഇത്രയും ചെയ്തതെല്ലാം കട്ടായി പോകല്ലേ. അല്ലേ, ഇവിടവും കൂടെ കണ്ടോ, ഇവിടവും കൂടെ ഹോളാക്കി. അപ്പോൾ ഇതുണ്ടല്ലേ, ബട്ടൺ ഇടാനുള്ള ഹോളായിട്ടുണ്ട്. നമ്മുടെ ബട്ടൺ അകത്തൂടെ ഒന്ന് കയറ്റി നോക്കുക. കണ്ടില്ലേ, സുഖമായിട്ട് കയറിപ്പോകാനുള്ള വലുപ്പമുണ്ട്. ഇതല്ലേ, ഇനിയിപ്പോൾ നമ്മൾ ബട്ടൺ വെക്കുന്നതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബട്ടൺ വെക്കാനായിട്ടും ക്ലോത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ ലൈനിങ് തുണിയല്ല, വെറുതെ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബട്ടൺ വെക്കേണ്ട ഏരിയ നമ്മളിങ്ങനെ ബട്ടൺ ഹോൾ വെച്ചിട്ട് നോക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു കുത്തിടുമ്പോൾ ബട്ടൺ എവിടെയാണ് വെക്കുന്നതെന്ന് വെക്കേണ്ടതെന്നുള്ള കറക്റ്റ് ചെയ്ത് ഇപ്പം ചുമ്മാ ഇവിടുത്തെ എവിടെയെങ്കിലും വെച്ചാലും കുഴപ്പമില്ല. ഇത് ഞാൻ വെറുതെ ക്ലോത്തിൽ വെച്ചേക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ നോക്കുകയാണ്. ആ ഹോളിന് ഇടാനുള്ള ബട്ടൺ വെക്കാനുള്ള ഇതിട്ടു, പോയിൻ്റ് ഇട്ടു. ശേഷം നമ്മളവിടെ ബട്ടൺ വെക്കുകയാണ് ആ പോയിൻറ്റിൻ്റെ അവിടെ തന്നെ. ശേഷം നമ്മുടെ ഫുട്ട് ഇത് തന്നെയാണ്. ഈ ഫുട്ടിലേക്കാണ് ഞാൻ ഇതിങ്ങനെ കൊണ്ട് കറക്റ്റ് നമ്മുടെ ആ പോയിൻറ്റിൽ നിന്ന് മാറ്റരുത്. കാരണം നമുക്ക് അവിടെ അല്ലേ ബട്ടൺ വയ്ക്കേണ്ടത്. അത് വെച്ചുകൊണ്ട് കൊണ്ടുവന്ന് നമ്മുടെ ഈ നീഡിൽ 4 ഹോളാണല്ലോ. ആ നീഡിൽ നമ്മൾ ഇതിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നീഡിൽ അടിച്ച് നോക്കുക. നീഡിൽ കറക്റ്റ് ആ നീഡിൽ കൊള്ളുന്ന ആ ഭാഗത്ത് നീഡിൽ ബട്ടൻ്റെ ഹോളിനകത്തൂടെ കടന്നു പോകുന്ന രീതിയിൽ വേണം ബട്ടൺ കൊണ്ട് വെക്കാൻ. ഇങ്ങനെ കാണാൻ തുണി ഇങ്ങനെ നീക്കി ബട്ടൺ ഇപ്പോൾ കറക്റ്റ് കണ്ടോ, ബട്ടൻ്റെ ഹോളിനകത്തൂടെ പോകണം. ഇല്ലെങ്കിൽ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ പെയ്യെ അടിക്കാവോ ചെയ്യും. നമ്മളിനി പ്രഷർ ഫുട്ട് താഴ്ത്തി ആ ബട്ടണിൽ കൊണ്ട് വയ്ക്കുക. ഇപ്പോൾ ഇതുണ്ടല്ലേ, ബട്ടണിൽ കൂടെ കയറും. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ കയറ്റി നോക്കുക. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ കറക്റ്റ് അവിടെ വെച്ചിട്ട് ശേഷം ഈ നമ്മൾ സെലക്ടറിൽ ലെങ്ത്തിൽ 0 to 1ൻ്റെ സെൻറ്ററിലും സെലക്ടറിൽ നമ്മൾ 2, 4 എന്നുള്ള ആ ഒരെണ്ണമുണ്ടല്ലോ മിഡിലത്തെ ലോക്കിങ്, അപ്പുറം ഇപ്പുറം അകത്തി കെട്ടുന്നത് അതിലും വെക്കുക. അത് 2ലാണ് നമ്മൾ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഈ വീല് കൈകൊണ്ട് അല്ലാതെ അടിച്ച് നോക്കല്, കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കറക്കി നോക്കുക. നമുക്ക് ഈ ഹോളിൽ തന്നെയാണോ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ 2 തവണ കറക്കി നോക്കുമ്പോൾ കൈകൊണ്ട് കറക്കി നോക്കിയപ്പം ഈ ഹോളിൽ തന്നെയാണ്, കണ്ടോ, ഹോളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പെയ്യെ അടിക്കാൻ തുടങ്ങിയത്. ഇനി അങ്ങനെ അന്ന് ഉറപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ അടിക്കുക. എത്രയും കട്ടിക്ക് നമുക്ക് ചേർക്കണോ അത്രയും തവണ നമ്മൾ അടിക്കുക. ഇപ്പം കുറേ തവണ അടിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതെടുത്തതിന് ശേഷം നീഡിലാദ്യം പൊക്കുക. ശേഷം ക്ലോത്ത് നീക്കി നീഡിൽ അടുത്ത ഹോളിൽ വരുന്ന പോലെ വയ്ക്കുക. അടുത്ത ഹോളിൽ അതും കൈകൊണ്ട് ആദ്യം നോക്കുക. അടുത്ത ഹോളിൽ വന്നിട്ട് 2ാമത്തെ കുത്തും ഹോളിൽ തന്നെയാണ് വരുന്നതെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ അടിക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ 2 ബട്ടൺ ഹോളിൻ്റെ 2 വശം അടിച്ചു. ഇതുണ്ടല്ലേ, ഇപ്പോൾ ഞാൻ ആദ്യമത്തെ ചെയ്ത ഒരു നൂല് പൊങ്ങിയിരിപ്പുണ്ട്. നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതുണ്ട്, ബാക്കിൽ പിങ്ക് കിടക്കുന്നതുകൊണ്ടാണ് ഒരു പിങ്ക് നിറം കൂടെ വരുന്നത്. അടിനൂല് പിങ്കാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന നൂല് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി.
നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ വന്ന നൂലുകളാണ് പൊങ്ങി നിന്നത്, കണ്ടില്ലേ? അപ്പം ബട്ടണും പിടിപ്പിച്ചു. ബട്ടൺ ഹോളുമായി ഇത് ഈ ബട്ടൺ ഹോളിൽ ബട്ടണ് ഒന്ന് കയറ്റി നോക്കാം. വേണ്ടല്ലേ, കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ബട്ടൺ ഹോള് ചെയ്തെടുക്കാം ഇതിനകത്ത്. അല്ലെങ്കിൽ കൈകൊണ്ട് ചെയ്യുമ്പോൾ എത്ര നേരം കൊണ്ടാണ് ഒരു ബട്ടൺ ഹോൾ ചെയ്യേണ്ടത്? ഇതപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടെൻഷൻ. നമ്മളെപ്പോഴും ചെയ്താകുമ്പോൾ നല്ല സ്പീഡിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പ്രയോജനമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.